ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സമയം ഇപ്പോൾ 7:30 ഞാൻ ഇപ്പോഴാട്ടോ എണീച്ചിട്ട് കുറച്ച് നേരമായി. കണ്ണൻ തുറന്ന് ഇങ്ങനെ തന്നെ ബെഡിൽ കിടക്കുമായിരുന്നു. നല്ല സുഖമുണ്ടായിരുന്നു കിടക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം നനഞ്ഞ എൻ്റെ ഷോൾ ഞാൻ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടാണ്. കാരണം നമ്മൾ ഇപ്പുറത്തെ അതായത് ബോട്ട് അടുപ്പിച്ച സൈഡിലാണ് നമ്മളുടെ റൂം വന്നത്. അതുകൊണ്ട് തന്നെ സൈഡ് ഒരു കരപ്രദേശമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പേസ്റ്റ് വാങ്ങിക്കാനായിട്ട് അഞ്ജലിയുടെ റൂമിൽ വന്നപ്പോൾ അഞ്ജലി ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. കുറച്ചു നേരം ഞാനും അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് പേസ്റ്റ് ഒക്കെ ആയിട്ട് നേരെ റൂമിൽ വരുമായിരുന്നു. ഈ ഒരു ഇടനാഴിയുടെ 2 സൈഡ് റൂമുകളാണ് കേട്ടോ. പിന്നെ വാഷിംഗ് ബേസിനുണ്ട്, പിന്നെ മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാം ഫ്രണ്ടിൽ ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ട് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ എന്തായാലും റൂമിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാന്ന് വിചാരിച്ചു. ലേഖ ചേച്ചിയും ബ്രഷ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന ഈ ഒരു വീട്ടിൽ ഏതൊരു ഡോക്ടറിന്റെയാണ് ബോർഡ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പേര് പക്ഷെ മറന്നുപോയി. ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ SM സാറാണ് എനിക്ക് ചൂണ്ടയിടാനുള്ള ഫുഡൊക്കെ സെറ്റാക്കി തന്നത്. പിന്നെ ആ ചിരിച്ചോണ്ടിരുന്നല്ലേ, അത് അഞ്ജലി ചേച്ചി. ഈ നിൽക്കുന്നത് സച്ചിൻ ചേട്ടൻ. സാർ എനിക്ക് സെറ്റാക്കി തന്ന ഫുഡൊക്കെ മീൻ ഏതോ വഴിക്ക് എടുത്തോണ്ട് പോയി. ഇത് സാറ് പിടിച്ച മീനാണ് കേട്ടോ. പിന്നെ ആ ചൂണ്ടയിൽ സച്ചിൻ ചേട്ടൻ തന്നെ ഫുഡ് സെറ്റ് ചെയ്തിട്ട് ആള് തന്നെ ഏതോ ഒരു ദിശയിലോട്ട് എറിഞ്ഞു കൊടുത്തു. പക്ഷേ ചൂണ്ടയിലിട്ട ഫുഡ് മീൻകുട്ടന്മാർ കൊണ്ടുപോകുന്നതല്ലാതെ ഒരുത്തം പോലും ആ ചൂണ്ടയിൽ കുടുങ്ങുന്നില്ലായിരുന്നു. ചിലപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ നിന്ന സ്ഥലത്ത് മീൻ കാണാഞ്ഞിട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയിരുന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം നിന്ന് സമയം പോയി എന്നല്ലാതെ ഒരു മെച്ചം ഉണ്ടായിരുന്നില്ല. ഒരു പക്കിനെ പോലും കിട്ടിയില്ല. അപ്പൊ കാണാം നമ്മുടെ സാബു ചേട്ടനും ആരോമലും സച്ചിൻ ചേട്ടനൊക്കെ പറഞ്ഞു സാറ് പിടിച്ച മീനെ തിരിച്ചങ്ങ് കിട്ടേക്കാന്ന്. കാരണം അവൻ എന്തായാലും ഒറ്റപ്പെട്ടു പോയല്ലോ, വേറെ ഒരുത്തനെയും കിട്ടിയില്ലല്ലോ. അങ്ങനെ പിന്നെ സച്ചിൻ ചേട്ടൻ തന്നെ ആ ഒരു മീനെ തിരിച്ചങ്ങ് വിട്ടു കേട്ടോ. പിന്നെ നമ്മുടെ ഹൗസ് ബോട്ടിന്റെ പുറംഭാഗം കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും ആ ഒരു തിട്ടയിൽ ഒരു പട്ടി കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ട് നേരെ റൂമിൽ പോയി ഫ്രഷ് ആയി. എന്നിട്ട് നേരെ വന്നത് കിച്ചണിലോട്ടാണ്. ഇവിടെ വന്നപ്പോൾ ഓൾമോസ്റ്റ് കുക്കിംഗ് പരിപാടിയൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി, ചമ്മന്തി, ചായ, സാമ്പാർ, ഓംലെറ്റ്. സാമ്പാറൊക്കെ ഓൾറെഡി ആയിരിക്കുവാണ്. ഇനി നല്ല രീതിയിൽ ഇളക്കി വിളമ്പിയാൽ മാത്രം മതി. പിന്നെ കോഫിയും കൂടെ ആയാൽ മതിയായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് കിച്ചണിലെ പാത്രങ്ങൾ മുഴുവനും എടുത്തിട്ട് കഴിയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ടോപ്പിലോട്ട് പോവാണ്. സ്റ്റെയർ കയറി ഇവിടെ വന്നപ്പോഴത്തേനും ആ കയറുന്ന സമയത്ത് തന്നെ നമുക്കൊരു വ്യൂ കിട്ടും കേട്ടോ. ഒരു രക്ഷയില്ലാത്തതാണ്. സ്റ്റെയർ 2 എണ്ണാണുള്ളത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് നമുക്ക് ടോപ്പിലേക്ക് എത്താൻ പറ്റും. പിന്നെ നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് ഫ്രണ്ട് വ്യൂ. അവിടെയും ഇങ്ങനെ ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നലെ ഈവനിങ് എല്ലാം നമ്മൾ എല്ലാവരും സ്പെൻഡ് ചെയ്തത് ഇവിടെ ആണ് കേട്ടോ. ഇവിടെ ഇരുന്നു കൊണ്ട് പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഡൈനിങ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം മുകളിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. കുറച്ച് പേരൊക്കെ റൂമിൽ ഫ്രഷ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഇനിയിപ്പം ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തും. ആ സമയം കൊണ്ട് ഫ്രഷ് ആയ ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അവിടെ ചെന്നാൽ പിന്നെ അധികം ടൈം ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വരും. 8:30 ആയപ്പോൾ തന്നെ നമ്മുടെ ഹൗസ് ബോട്ട് മൂവ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഫ്രഷ് ആയി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 2 ഇഡ്ഡലി, പിന്നെ സാമ്പാർ, ചട്നി. ഇതാണ് ഞാൻ ആദ്യമേ കഴിച്ചത്. ബ്രെഡും ഓംലെറ്റും ജാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചായ അല്ല, കോഫിയാണ് ഞാൻ കുടിച്ചത്. ഞാൻ നോർമലി ചായ ഒന്നും കുടിക്കാറില്ല. പിന്നെ കോഫി എനിക്ക് ഇഷ്ടമായത് കൊണ്ട് കോഫി എടുത്തു. പിന്നെ ഫുഡിന്റെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഇത് 3ഉം നമുക്ക് കിട്ടിയത് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും ആണ് അവർ ചെയ്ത് തന്നിരിക്കുന്നത്. 2 ഇഡ്ഡലി കഴിച്ചതിന് ശേഷം ഞാൻ 2 ബ്രെഡും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രെഡ്, ജാമു, ഓംലെറ്റ്. അപ്പം ഇതുകൂടെ കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആക്കിയത്. അതും അത്യാവശ്യം നല്ല സമയം എടുത്തും നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ ആസ്വദിച്ചാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. എൻ്റെ കൂടെ ഇരുന്ന് എല്ലാവരും ഇനീച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫ്രെയിമിൽ എനിക്ക് വീഡിയോ എടുത്തു തന്നത് ലേഖ ചേച്ചിയാണ്. അപ്പൊ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ നേരെ താഴെ വന്ന് കുറച്ചു നേരം നമ്മുടെ ഹൗസ് ബോട്ട് ഒന്ന് ഓടിക്കാന്ന് വിചാരിച്ചു. ഓരോരോ പ്രഹസനങ്ങളെ, അല്ലാതെ എന്താ. അപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു വീഡിയോ എടുത്തിരുന്നത് നമ്മുടെ SM ആണ്. അപ്പൊ സാറിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇനി കുറച്ചു നേരം നമ്മുടെ ഹൗസ് ബോട്ട് ഇങ്ങനെ തന്നെ നിർത്തിയിട്ടിരിക്കും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഫിനിഷിംഗ് പോയിന്റിലോട്ട് ഇന്നലെ നമ്മുടെ ബോട്ട് സ്റ്റേ ചെയ്തതുപോലെ തന്നെ വേറെ ബോട്ടുകളൊക്കെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേനും ലാൻഡ് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും ഒരുമിയൊക്കെ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ ഹൗസ് ബോട്ടുകൾ ആ കരയ്ക്കോട്ട് അടുപ്പിക്കുന്നത്. അപ്പൊ ഇന്നലെ മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഹൗസ് ബോട്ടിലെ ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കാം. നമ്മൾ ഈ ബോട്ട് എവിടെ നിന്ന് എടുത്തേ? ഫിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളെ കയറ്റി നമ്മൾ ഇവിടുന്ന് നമ്മുടെ വഴി കുപ്പപ്പുറം കറങ്ങി
കുട്ടനാടെല്ലാം കവർ ചെയ്തു. ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്പീഡ് ബോട്ടെല്ലാം ചെയ്തു. അവിടുന്ന് നമ്മൾ തിരിച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മളൊരു 5-5:30 കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഡോഗ് ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു രാവിലെ നൈറ്റിൽ ഡിന്നർ എല്ലാം കഴിച്ചു. നേരം പോയിട്ട് നമ്മൾ 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കഴിഞ്ഞു. നമ്മൾ 8-5 ബോട്ട് എടുക്കും. നമ്മൾ 9 മണിയാകുമ്പോൾ ഫിനിഷിംഗ് പോയിന്റ് ചെക്കൗട്ടാണ്. നോർമലി ചെക്ക് ഇൻ ചെയ്യുന്നത് 9 മണി തന്നെയാണോ? 9 മണി തന്നെ. ചെക്ക് ഇൻ ചെയ്യുന്ന 9 മണിയല്ല, ചെക്കിങ് ഓൾറെഡി നമ്മൾ 12 മണിയാണ് നമ്മുടെ ചെക്ക് ഇൻ ടൈം. നമ്മൾ രാവിലെ 12 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 9 മണിയാണ് നമ്മുടെ ചെക്കൗട്ട് ടൈം. ഓവർ നൈറ്റ്. ഓക്കെ. ഡേ ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ 11 മണിക്ക് എടുക്കും, വൈകിട്ട് 5 മണിയാകുമ്പോൾ ചെക്കൗട്ട്. അങ്ങനെയാണ് നമ്മുടെ രീതികൾ. അപ്പോൾ നമ്മൾ ഇന്നലെ ചെക്ക് ഇൻ ചെയ്തത് മുതൽ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് പറഞ്ഞു തന്നു. ഇനി ഹൗസ് ബോട്ട് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ കൂടെ കാണിച്ചു തരാം. ഹൗസ് ബോട്ട് കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ എൻട്രൻസ് വരുന്നത്. പിന്നെ നേരെ വരുന്നത് ഒരു ലിവിങ് ഏരിയ പോലാണ്. പിന്നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലായിട്ട് സ്റ്റെയർ. പിന്നെ നേരെ ആ ഒരു ഇടനാഴിയിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് റൂമാണ്. മൊത്തത്തിൽ 8 റൂമാണ് കേട്ടോ ഈ ഒരു ഹൗസ് ബോട്ടിൽ വരുന്നത്. ഈ ഒരു സൈഡിൽ ലൈഫ് ജാക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷിംഗ് ബേസിൻ ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അടുത്ത വാഷിംഗ് ബേസിനൂടെ വരും. അപ്പോൾ റൂംസ് എല്ലാം ഇങ്ങനെ ഫേസ് ടു ഫേസ് ആണ് നിൽക്കുന്നത്. ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോഴത്തേന് ആ ഒരു വ്യൂ കാണുന്നില്ലേ. ഒരു റൂം 2 പേർക്ക് നല്ല രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കൂടെ പറ്റും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഇടനാഴിലോട്ട് പോകുമ്പോഴത്തേനും റൂമുകൾ പിന്നെ വീണ്ടും അടുത്ത വാഷിംഗ് ബേസും വന്നിരിക്കുന്നു. അങ്ങനെ ടോട്ടൽ 4 എണ്ണമാണ് ഉള്ളത്. താഴെ മാത്രമേ ഉള്ളൂ, ടോപ്പിൽ വാഷിംഗ് ബേസും വരുന്നില്ല. പിന്നെ വീണ്ടും അടുത്ത 2 റൂം, അതിന് നേരെ നോക്കുമ്പോഴത്തേനും കിച്ചൺ. അപ്പോൾ സാധാരണ ഇങ്ങോട്ടേക്ക് ആർക്കും എൻട്രൻസ് ഇല്ലാത്തതാണ്. ഞാൻ ഇങ്ങനെ എപ്പോഴും ചോദിച്ചിട്ട് കയറുന്നത് കൊണ്ട് കയറിക്കോളാൻ പറയും. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ചേട്ടൻ അടുത്ത പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കിച്ചണിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ കാണുന്ന ഈ ഒരു ചേട്ടനാണ് കേട്ടോ. കുക്കിങ്ങും എല്ലാം പുള്ളിക്കാരൻ തന്നെയാണ്. ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് എല്ലാം നല്ല സൂപ്പർ കിടു ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ കിച്ചണിൽ നിന്ന് മുകളിലോട്ട് ഫുഡൊക്കെ കൊണ്ടുപോകുന്നത് ഇതുവഴിയാണ്. ഇങ്ങോട്ടേക്കൊക്കെ ആർക്കും പെർമിഷൻ ഇല്ല. പിന്നെ ഞാൻ ജസ്റ്റ് ചേട്ടാ ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ഒന്ന് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ആള് പറഞ്ഞത് എടുത്തോളാം. അപ്പം ഇതുവഴിയാണ് അവർ ഫുഡൊക്കെ ആയിട്ട് മുകളിലോട്ട് പോകുന്നത്. ഇവിടുന്ന് പുറകിലോട്ടൊക്കെ നോക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് തിരിച്ച് വരാനായിട്ട് തോന്നത്തില്ല. ആദ്യമേ ഹൗസ് ബോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ വിചാരിച്ചത് ഭയങ്കര ബോറിംഗ് ഒക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ ഇവിടെ അവർ ചെയറും കാര്യങ്ങളൊക്കെ അവിടെ എന്താ പറയുക ടോപ്പ് ഏരിയയിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അവിടെയാണ്, ബാക്ക് ഏരിയയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് പോയി. ഈ ഒരു ചേട്ടൻ ഇപ്പോൾ ക്ലിയർ ചെയ്യാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതേ വഴി തന്നെയാണ് കേട്ടോ താഴോട്ട് വന്നത്. നമ്മൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം വരാൻ വേണ്ടിയിട്ട് അടുത്ത ടീം ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ചേട്ടൻ അതിന് വേണ്ടിയിട്ടുള്ള ലഞ്ചിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിഞ്ഞെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് ഞാൻ ചേട്ടൻ ഒരു വീഡിയോ ഒന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. പാവം ചേട്ടനായിരുന്നു കേട്ടോ, അതുകൊണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല. എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഒക്കെ തന്ന്, അതുകൊണ്ട് ബാക്ക് ഏരിയ ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ നല്ല പാചകത്തിലാണ്. ക്യാബേജ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ തിരിങ്ങി വെച്ചു, കുക്കിംഗ് മുഴുവൻ. അപ്പോൾ ഈ ഏരിയ മൊത്തം ഹാൻഡിൽ ചെയ്യുന്ന ചേട്ടനാ? എല്ലാ ഡിഷും ചെയ്യുമോ ചേട്ടൻ? ഇവിടെ മെയിനായിട്ട് കരിമീനല്ലേ? ആണല്ലേ, നമ്മൾ പറയുന്ന അനുസരിച്ച് ചെയ്യുന്നേ ആണല്ലേ. അപ്പം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതൊക്കെ രാത്രി ഉറക്കം അത് മാത്രമേ ഉള്ളൂ, അതല്ലാതെ ഒന്നുമില്ല. അപ്പൊ കണ്ടിന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ട് ആണല്ലേ. അപ്പൊ ലീവ് വേണമെന്നുണ്ടെങ്കിൽ മുൻകൂർ പറയേണ്ടി വരും. അപ്പൊ വേറെ ആരെങ്കിലും വരും പകരം? അല്ലാതില്ല, ലീവ് എടുക്കാതെ പറ്റത്തില്ല, കാരണം ഇന്നും ഓട്ടം കാണും. ആണല്ലേ. ഓക്കെ ചേട്ടാ, ശരി എന്നാ. പിന്നെ ഞാൻ വീണ്ടും റൂമിൽ വന്നു. ലഗേജ് എല്ലാം ഒന്നുകൂടി ഇത് സെറ്റ് ചെയ്ത് ഒന്നും മറന്നില്ലല്ലോ എന്നൊക്കെ കൺഫേം ചെയ്തു. ശേഷം ആ സൈഡ് വ്യൂ ഒന്നുകൂടി ഒന്ന് എൻജോയ് ചെയ്തു. ലേഖ ചേച്ചിയും സെറ്റായിട്ട് നിൽക്കുവാണ്ടോ, ആൾ മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്തായാലും ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലെത്തും. ബോട്ടുകളെല്ലാം ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം ലക്ഷറി ബോട്ടാണ് കേട്ടോ, കാരണം മുകളിലും റൂമുകൾ ഉണ്ടായിരുന്നു. അതും അത്യാവശ്യം വലിയ റൂമും നല്ല രീതിയിൽ സെറ്റ് ചെയ്തതുമായിട്ടുള്ള റൂമുകളൊക്കെ ആയിരുന്നു. നമ്മൾ ദൂരെ നിന്ന് നോക്കിയപ്പോഴത്തേനും കണ്ടതാണ്. അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും നമ്മൾ കയറിയ ഹൗസ് ബോട്ട്
അത്യാവശ്യം നല്ലതായിരുന്നു. നമ്മളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ഇനിയിപ്പം കരയിലോട്ട് ഇറങ്ങാൻ പോവാണ്. ബാക്കിയുള്ള ഹൗസ് ബോട്ട് എല്ലാം ഇങ്ങനെ മാറിയതിന് ശേഷം വേണം നമ്മുടെ ഹൗസ് ബോട്ട് ആ കരയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കാരണം ഈ ഒരു ഹൗസ് ബോട്ട് കരയിലെത്തിയ അവരവരുടെ വഴിക്ക് പോകും, അത്ര മാത്രമേ ഉള്ളൂ. വേറെ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ഹൗസ് ബോട്ട് കരയ്ക്ക് അടുപ്പിക്കാൻ വന്നപ്പം കുറച്ച് നേരം നമ്മൾ കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം ബാക്കിയുള്ള ഹൗസ് ബോട്ട് ഇങ്ങനെ പോവാതൊക്കെ നിൽക്കുന്ന കാരണം നമ്മളും ദൂരെ ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഇടുന്ന ഹൗസ് ബോട്ട് മാറുന്നതനുസരിച്ച് നമ്മുടെ ഹൗസ് ബോട്ടും കരയ്ക്ക് എടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ട് കരയ്ക്കെത്തിയ സമയത്ത് ഹൗസ് ബോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കയറ് പുറത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. അപ്പം പുറത്തൊരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ആ കയറ് പിടിച്ച് ചെറുതായിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വലിച്ചു വന്നപ്പോഴത്തേനും തൊട്ടപ്പുറത്ത് കിടന്ന ഹൗസ് ബോട്ടിൽ നമ്മുടെ ഹൗസ് ബോട്ട് ചെന്ന് ചെറുതായിട്ട് ഇടിച്ചു. വേറെ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ മുട്ടി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് സ്വാഭാവികമാണല്ലോ. തൊട്ട് പുറകിലും ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളുടെ ഹൗസ് ബോട്ട് ജേർണി അവസാനിച്ചു. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഹൗസ് ബോട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ശേഷം എല്ലാവരും കൂടി ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോസും പിന്നെ അല്ലാതെ സിംഗിൾ ആയിട്ടും അങ്ങനെ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ അവരുടെ വഴിക്ക് പോയത്. പിന്നെ എന്നെ ആരോമലിനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ആക്കാന്ന് ജോസഫേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കാറിലാണ് വന്നത്. പോകുന്ന വഴിക്ക് ജസ്റ്റ് ലൈറ്റ് ഹൗസിലൂടെ കയറാന്ന് വിചാരിച്ചു. ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നപ്പോഴത്തേനും പുള്ളിക്കാരൻ നമ്മളെ ചതിച്ചു. ശേഷം നമ്മൾ കാറിന്റെ ഉള്ളിൽ നോക്കിയപ്പോഴത്തേനും ലൈറ്റ് ഹൗസ് ഒക്കെ ദൂർന്ന് കണ്ടു. പിന്നെ പോകുന്ന വഴിക്ക് റോഡിൽ കണ്ടവരോടൊക്കെ വഴി ചോദിച്ച് നമ്മൾ അവസാനം അവിടെ എത്തി. പോകുന്ന വഴിക്ക് റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ സ്റ്റക്കായിരുന്നു. പോരാഞ്ഞിട്ട് അവസാനത്തെ ബോഗി കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ ലൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ വന്നപ്പോഴും ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ സിഗ്നൽ വീണ് കടന്നത്. അങ്ങനെ പിന്നെ നമ്മൾ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നു തുടങ്ങിയപ്പോഴത്തേനും സിഗ്നലൊക്കെ മാറി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തുടങ്ങി. പിന്നെ എന്തായാലും നമ്മൾ നടന്ന് വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ എക്സ്ട്രാ 10 രൂപ പേ ചെയ്യണം. കുട്ടികൾക്ക് 10 രൂപയേ ഉള്ളൂ. പിന്നെ നട്ടുച്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാന്ന്. അങ്ങനെ എല്ലാവരും കൂട്ടത്തോടെ വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് കയറുന്നത്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ലൊരു ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ലൈറ്റ് ഹൗസിന്റെ മുകളിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ ലിഫ്റ്റ് ഒന്നുമില്ല. സാധാരണ നമ്മുടെ കൊല്ലം ലൈറ്റ് ഹൗസിലൊക്കെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ അത്രയും ഫെസിലിറ്റീസ് ഒന്നുമില്ല. നമ്മൾ നടന്ന് അത്യാവശ്യം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുകളിലെത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് കടലൊക്കെ കാണാനായിട്ട് പറ്റും. ആദ്യമേ ആകാശമാണെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായ ആകാശമല്ല, കടലാണെന്ന്. പിന്നെ നമ്മൾ വന്ന വഴിയൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാണാനായിട്ടൊക്കെ പറ്റി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മൾ ഭയങ്കര സർപ്രൈസിങ് ആയി പോയി. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ അത് കാണാനായിട്ട്. മൊത്തത്തിൽ നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം പതുക്കെ താഴോട്ട് ഇറങ്ങി. കാരണം ഇനിയും ഇങ്ങനെ തന്നെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ വീടെങ്ങും എത്തത്തില്ല. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചാടി ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരത്തെ താഴേക്ക് ഇറങ്ങാൻ ആർക്കും വലിയ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. മുകളിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നടന്ന് കയറുമ്പോഴത്തേനും കാലൊക്കെ കഴിക്കും. പിന്നെ നമ്മൾ നടന്നൊരു പരുവാകും. പക്ഷെ തിരിച്ച് ഇറങ്ങുമ്പോഴത്തേനും ആ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളിങ്ങനെ ഓടി ഇറങ്ങാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ ലൈറ്റ് ഹൗസിൽ കയറുന്നതിന് മുന്നേ കുറച്ച് ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് താഴെ വന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം മുകളിൽ കയറിയ സമയത്ത് നല്ല രീതിയിൽ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മൾ നേരെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അപ്പൊ സച്ചിൻ ചേട്ടനാട്ടോ കൂടെ. അപ്പൊ ജോസഫ് ഏട്ടനും ടീമുമാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലാക്കിയത്. കൂട്ടത്തിൽ സാബു ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും സാബു ചേട്ടനും ആരോമലുമാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയത്. ഈ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിനാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ 3 പേരൂടെ കയറി. അവർക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടില്ല. എനിക്ക് അവർ സ്ഥലം ഒപ്പിച്ച് തന്നു. അങ്ങനെ ഞാൻ ഇരുന്നൊക്കെ വന്നു. സാബു ചേട്ടൻ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. പിന്നെ ഞാനും ആരോമലൂടെ നേരെ ഇനിയിപ്പം ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റ് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കണമായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഒരു ലൈം കൂടെ വാങ്ങിച്ചു കുടിച്ചിട്ടാണ് ബസ് കയറിയത്. അപ്പൊ നമ്മൾ ലൈമൊക്കെ കുടിച്ചൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ബസ്സൊക്കെ കിട്ടി. സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. അവനെ വെയിറ്റ് ചെയ്ത് അവന്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവൻ അവരുടെ കൂടെ പോയി. എന്നെ വെയിറ്റ് ചെയ്ത് എന്റെ സ്വന്തം കെട്ടിയവൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അച്ഛനോട് ഒടുങ്ങി വന്നു. അച്ഛൻ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഫുൾ ക്ലീനിങ്ങിലായിരുന്നു. മീനൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടാണ് ആള് ക്ലീനിങ് തുടങ്ങിയത്. പിന്നെ ഞാൻ വന്നിട്ട് നേരെ അടുക്കളയിൽ കയറി മീൻകറിയൊക്കെ വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അച്ഛൻ്റെ ഇടയിൽ കൂടെ വന്ന് മഞ്ഞളൊക്കെ പൊടിച്ചു തന്നു. നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് ഉണക്കി പൊടിക്കാറാണ് പതിവ്. പിന്നെ കുറച്ച് മീൻ വറക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മീനുള്ള വെള്ളം തിളച്ചു, മീനൊക്കെ ഇട്ടു. ഈ മീൻ വറക്കുന്ന സമയത്ത് മുകളിൽ ഇങ്ങനെ വെള്ള പോലെ വരുന്ന എന്താണെന്ന് അറിയാവുന്നവർക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അതിനിടയിൽ ഞാൻ ഒരു ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്ത് മമ്മിക്കൊക്കെ കൊടുത്തു, അച്ഛനും കൊടുത്തു. എന്റെ മൊമെന്റ് ഞാൻ വന്നപ്പോഴേ മമ്മീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സേഫ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ആ അച്ഛൻ അകത്തും പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് നടക്കുമായിരുന്നു.
ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് ചൂടാക്കി. ശേഷം മീൻകറി, മീൻ വറുത്തതും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.